ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റി ലൈഫിൽ ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ചിക്കൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ വെന്ത് വരുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. ഈ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കേണ്ടതാണ്. ചിക്കൻ്റെ പീസൊക്കെ നന്നായിട്ട് വെന്ത വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് എടുത്തു. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുള്ളതാണ്, 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പീസെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ ചിക്കൻ്റെ എല്ലിൽ നിന്ന് അതിൻ്റെ മാംസം എല്ലാം മാറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറി മൂത്ത് വരണം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഈ മസാലയിൽ ഒരു 10 മിനിറ്റ് കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഒരുപാട് ഡ്രൈ ആക്കണ്ട. അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അടപ്പിൽ നിന്ന് മാറ്റുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.